നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. അതായത് മുനിസിപ്പൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു പണി തീരാതെ കിടക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയമായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. അതുകൂടാതെ പന്തലുകളൊക്കെ ആയിട്ടുണ്ട്. ഇത് കുടുംബശ്രീ സരസ് എന്ന മേള, ദേശീയ കുടുംബശ്രീ സരസാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മേളയായി മാറുകയാണ്. ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനത്തോടെ കാണാവുന്ന ഒരു മേളയാണ് ഇത്. അത് മോഹൻലാലടക്കം വിവിധ തരത്തിലുള്ള കലാകാരന്മാർ 12 ദിവസം ഇവിടെ ആടിത്തിമിർക്കാൻ പോവുകയാണ്. ആടിത്തിമിർക്കുന്നത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം, നമുക്ക് കാണാം. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ DMC ആയിട്ടുള്ള രഞ്ജിത്ത് സാറുണ്ട്. നമുക്ക് രഞ്ജിത്ത് സാറിനോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഈ കുടുംബശ്രീ സരസിൻ്റെ തുടക്കം തൊട്ട് സാറുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള പുരോഗതി ഒന്ന് വിലയിരുത്തിയത് നന്നായിരുന്നു. പുരോഗതി വിലയിരുത്താൻ നേർക്കാഴ്ചയാണ് പുരോഗതി. കാരണം ഈ സരസിനെ തീരുമാനിക്കുന്ന സമയത്ത്, ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണം നടക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുള്ളവരാണ്. ഇപ്പോഴെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാവും. രണ്ടും ആണ് നടക്കുന്നത്. ഒരേ സമയം രണ്ട് പ്രവർത്തനമാണ് നടക്കുന്നത്. കുടുംബശ്രീ സരസ് മേളയ്ക്ക് വേണ്ടി ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ആരംഭിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അതിൻ്റെ MLA ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ സരസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് ഏറ്റവും സഹായകരമായ രീതിയിൽ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവും സരസിൻ്റെ ഇതിൻ്റെ മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട രണ്ടും കൂടെ ഒരുമിച്ച് സംയോജിപ്പിച്ചൊരു പ്രവർത്തനമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരേ സമയം കുടുംബശ്രീയെ സംബന്ധിച്ച് ഇത്രയും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സരസ് മേളയായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സരസ് മേളയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്റ്റാളുകൾ 250 സ്റ്റാളുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു സരസ് മേളയിലും ഇത്രയും സ്റ്റാളുകൾ ഉണ്ടായിട്ടില്ല. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫ്ലവർ ഷോ അടക്കമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഇതടക്കം ഇവിടെ വരാൻ പോകുന്ന കലാകാരന്മാരുടെ ഓരോരുത്തരുടെയും എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കലാമൂല്യമുള്ള കലാകാരന്മാരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. പത്മഭൂഷൺ മോഹൻലാൽ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. സമാപന ദിവസം നമ്മുടെ ടൊവിനോ തോമസ് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കലാപ്രതിഭകൾ ആണ് ഇവിടെ ഈ സരസിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സരസ് മേള കഴിയുന്നതോടുകൂടി ഈ ഗ്രൗണ്ടിൻ്റെ ഒരു നേർചിത്രം ആളുകൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും. ഇപ്പോഴിവിടെ ഈ വലിയ വലിയ പന്തലും സ്റ്റേജും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെങ്ങന്നൂരെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു കൃത്യമായൊരു ചിത്രം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഈ പന്തലുകൾ സരസ് മേള കഴിയുന്നതോടുകൂടി ഈ പന്തലുകളോടെ മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് നാളെ ചെങ്ങന്നൂരിന് വേണ്ടി ഇവിടെ തയ്യാറായിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം ചെങ്ങന്നൂർ മണ്ഡലത്തിലെ കുട്ടികൾക്കും ഇവിടെ തുടർന്ന് വളർന്നു വരാൻ പോകുന്ന പുതുതലമുറയ്ക്കും ഏറ്റവും മെച്ചപ്പെട്ട ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സ്റ്റേഡിയമാണ് ഇതിനെ തുടർന്ന് ചെങ്ങന്നൂരിൽ വരാൻ പോകുന്നത്. കുടുംബശ്രീ സരസിൻ്റെ ഒരു സംഭാവന കൂടിയാണ് ശരിയാണ് ഞങ്ങൾക്ക് സ്റ്റേഡിയം. അതെ, കുടുംബശ്രീയെ സംബന്ധിച്ച് ഒരേ സമയം സംഭാവന മാത്രമല്ല, കുടുംബശ്രീക്ക് അഭിമാനവുമാണ്. കാരണം ഇനി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ചെങ്ങന്നൂരിൻ്റെ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ തുടക്കം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീയും പങ്കാളികളായി, കുടുംബശ്രീയുടെ പ്രവർത്തകരും പങ്കാളികളായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് തികച്ചും അഭിമാനാർഹമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ആഫ്രിക്കയിലുള്ള കലാകാരന്മാർ അവസാന ദിവസം, നമ്മുടെ സമാപന ദിവസമാണ് ആഫ്രിക്കയിൽ നിന്നുള്ള കലാകാരന്മാരുടെ ഒരു കലാപ്രകടനം ഇവിടെ ഉണ്ടാവും. അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ തനിമയാർന്ന കലാപ്രകടനത്തോട് ചേർന്നൊരു സമന്വയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യ കലാകാരന്മാരും ആഫ്രിക്കയിൽ നിന്നുള്ള കലാകാരന്മാരും ചേർന്നുള്ള സമന്വയമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് അത് മാറും. ഇന്ത്യയിൽ ഇതുവരെ അത്തരത്തിലൊരു പരിപാടി നടന്നിട്ടില്ല. ഈ 18-ാം തീയതി ഒരു കൂട്ടപ്പാട്ട്, അത് ശരിയായിട്ടും എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടോ? അങ്ങനെ ഇതിനു മുമ്പ് 2005 കുടുംബശ്രീയുടെ ആരംഭ ദിശയിലാണ് കൂട്ടപ്പാട്ട് പരിപാടി നടന്നിട്ടുള്ളത്. അന്ന് ചേർത്തലയിലെ സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ വെച്ച് ഏകദേശം 20,000-ഓളം ആളുകൾ ചേർന്ന് നിന്നാണ് അന്ന് കൂട്ടപ്പാട്ട് സംഘടിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ സംഘടനാ പ്രവർത്തനത്തെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ കലാകാരികൾക്ക് ഏറ്റവും മികച്ചൊരു സംവിധാനം, ഏറ്റവും മികച്ച അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള സംവിധാനമാക്കി ഇതിൻ്റെ പ്രചരണ ഉപാധി എന്ന രീതിയിലാണ് നമ്മൾ ഈ കൂട്ടപ്പാട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 18-ാം തീയതി നടക്കുന്ന വിളംബര ജാഥ, അപ്പോൾ അതിനുള്ള ഫ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ വിളംബര ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘാടക സമിതി തനതായിട്ട് കുറച്ച് കലാരൂപങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 11 CDSകളാണ്. ഈ 11 CDSകളും അവർ മത്സരാധിഷ്ഠിതമായിട്ടായിരിക്കും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമ്മളതിനെ അവർക്ക് സമ്മാനങ്ങളടക്കം നൽകുന്നുണ്ട്. ഒന്നാം സമ്മാനമായി 25,000 രൂപയാണ് നൽകുന്നത്. രണ്ടാം സമ്മാനം 20,000, മൂന്നാം സമ്മാനം 15,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. മത്സരമാണ് എന്നുള്ളത് കൊണ്ടാണ്.
പക്ഷേ സംഘാടക സമിതി അതിന് മുന്നോടിയായി വളരെ മികച്ച രീതിയിലുള്ള കലാരൂപങ്ങളടക്കം അല്ലെങ്കിൽ വാദ്യമേളങ്ങളടക്കം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ CDSകൾ തനതായി ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇത്രയും സ്ഥലങ്ങളെ ഒന്നിച്ച് നമ്മൾ ശീതീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ശരിയായിട്ട് അത് നമ്മൾ അതിനുവേണ്ടി ഏറ്റവും ഭംഗിയായി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് നമ്മളിത് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരെ നമ്മൾ കൊട്ടേഷനിലൂടെ വെച്ചിട്ടുള്ള കൊല്ലം അസീസ് സൗണ്ട്സാണ് ഈ പന്തലും അതുപോലെയുള്ള സ്റ്റേജും മൈക്കും എല്ലാം അവർ കൊട്ടേഷൻ എടുത്തിട്ടുള്ളത്. അവർ കേരളത്തിൽ തന്നെ ഈ മേഖലയിൽ അറിയപ്പെടുന്ന പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവർ സ്വാഭാവികം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ ആത്മവിശ്വാസമുണ്ട്. സാർ ആദ്യം പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും വലിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പന്തൽ. അതെ, ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളതെന്ന് മാത്രമല്ല, ഇതിന് മുമ്പ് ഏറ്റവും അവസാനം നടന്ന മേളയിൽ പോലും 175 സ്റ്റാളുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴയിലെ ചെങ്ങന്നൂരിലെ സ്റ്റാളിൽ 250 സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. കൂടാതെ 48 ബുക്ക് സ്റ്റോളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മറ്റ് പ്രത്യേകമായിട്ട് സംഘാടക സമിതി തയ്യാറായിട്ടുള്ള കുറച്ച് സ്റ്റാളുകളുടെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുമുള്ള ഉൽപ്പന്നങ്ങളും മറ്റു ഉപകരണങ്ങളടക്കമുള്ള ഒരു വലിയൊരു സമന്വയം തന്നെയായിരിക്കും ഈ മേളയിൽ സംഘടിപ്പിക്കാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട MDയുടെ സ്മരണാർത്ഥം ഒരു സ്റ്റേജ് തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഓപ്പൺ ഫോറവും സെമിനാറും ഒക്കെ നടക്കുക. 5 ഓപ്പൺ ഫോറം 5 സെമിനാറുകൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ആളുകളാണ്, സാഹിത്യകാരന്മാരും മറ്റ് പ്രവർത്തകരുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത്. അപ്പം എല്ലാവിധ വിജയങ്ങളും ഞങ്ങൾ നേരുന്നു. എല്ലാവിധത്തിലും സാറിനെ തുടക്കം തൊട്ട് ഞങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ തുടക്കം തൊട്ട് സാറിന് വീട്ടിൽ പോകുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല. എപ്പം നോക്കിയാലും അത് ഗ്രൗണ്ടിൻ്റെ ഓരോ മൺതരിക്കും ഇപ്പോൾ സാറിനെ അറിയാം ശരിയായിട്ട്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു വിഷമമുള്ളത് നമ്മുടെ മറ്റു പല ചാനലുകളിലടക്കം കുടുംബശ്രീയുടെ പ്രവർത്തകരെ, അതായത് നമ്മളിതിനു വേണ്ടി തയ്യാറാക്കുന്ന ധനസമാഹരണത്തിൻ്റെ ഭാഗമായി നമ്മൾ തയ്യാറാക്കിയ ഒരു സമ്മാന കൂപ്പണുണ്ട്. ആ സമ്മാന കൂപ്പണിൻ്റെ പേരിൽ വിവിധ ചാനലുകളിലും പത്രങ്ങളിലും അടക്കം കുടുംബശ്രീയെയും കുടുംബശ്രീ പ്രവർത്തകരെയും ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള നിരവധി വാർത്തകളെല്ലാം ഈ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിർബന്ധിതമായ ഒരു പിരിവും ഇതിൻ്റെ ഭാഗമായി അടിച്ചേൽപ്പിച്ചിട്ടില്ല. കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. അവർ ഈ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ഒന്നുകിൽ അവരുടെ വ്യക്തിപരമായോ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അയൽവക്കത്തോ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഈ പണം സമാഹരിച്ച് നൽകണമെന്ന് മാത്രമാണ് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. തികച്ചും ഒരു അഭ്യർത്ഥന മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നിർബന്ധിതമായ ഒരു പിരിവും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ഇത് ഒരു രാഷ്ട്രീയവുമില്ലാത്ത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പോകുന്നില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും തുല്യമായി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് ഈ സരസ്മേള. പക്ഷേ അവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ കാണപ്പെടുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനം ബഹുമാനപ്പെട്ട മന്ത്രി സഹിച്ചറിയാൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സംഘാടക സമിതി എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ സബ് കമ്മിറ്റികളും തികച്ചും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആ ജോലിഭാരത്തിൻ്റെ കുറവ് എനിക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ചെങ്ങന്നൂരിലെ മുഴുവൻ ആളുകളെയും, മുഴുവൻ സഹോദരന്മാരെയും, കുടുംബാംഗങ്ങളടക്കം കുട്ടികളടക്കമുള്ള മുഴുവൻ പേരും ഈ ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ നടക്കുന്ന ഈ സരസ്മേളയിലേക്ക് ഏവരും ഇവിടെ 18-ാം തീയതി മുതൽ 31 വരെ നടക്കുന്ന പരിപാടിയിലായിട്ട് എല്ലാവരും എത്തിച്ചേരണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മനസ്സിലാകുന്നത് എന്തായാലും എന്തൊക്കെ പരാതികൾ വന്നാലും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവരൊക്കെ ഞെട്ടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് വിലപിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ അങ്ങനെ ഇതിനൊരു പുഴുക്കുത്തായി ഞാൻ നിൽക്കേണ്ടി വന്നല്ലോ എന്ന് ഇതിട്ട ചാനലുകൾക്ക് പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ സർക്കാർ തരുന്ന ഫണ്ട് മാത്രം കൊണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ആർക്കും അറിയാം. അത് ആരെ ഏൽപ്പിച്ചാലും, ഏത് രാഷ്ട്രീയക്കാരനെ ഏൽപ്പിച്ചാലും നടക്കുന്നത്. ഏത് രാഷ്ട്രീയമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ സർക്കാരിൻ്റെ പരിപാടിയാണ്, അത് ഏറ്റവും നല്ലതായിട്ട് നടത്താനായിട്ട് നിങ്ങളുടെ പരിശ്രമം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചെങ്ങന്നൂർക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ വിധത്തിലും നിങ്ങളുടെ ഒരാൾ പ്രയത്നിച്ചാൽ ആ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞങ്ങൾ വീണ്ടും നേരുകയാണ്. നമസ്കാരം.